ഹായ് ഡിയേഴ്സ്, ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ്. ഒരു ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ. വളരെ ചുരുക്കത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ. ഇത് ഒരു മഹത് തത്വത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ഞാൻ വായിച്ചതാണ്, ഒരു ബുക്കിൽ കൂടെ വായിച്ചത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾക്ക് സ്വയം മനസ്സിലാവണം നമ്മൾ ആരാണെന്ന്. ഹൂ ആം ഐ എന്നല്ലേ. നമ്മൾ മനുഷ്യനായി ഭൂമിയിൽ ജനിച്ചു, കുറേ കാലഘട്ടങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നു, കുറേ കാര്യങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നു. അപ്പോഴും നമ്മൾ നമ്മളെ സ്വയം തിരിച്ചറിയുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ വാസ്തവം. അപ്പോൾ ഇങ്ങനെ കുറേ വായിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ തോന്നിയത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഞാൻ കുറേ ഒരു 2023 മുതൽ 2023 മുതൽ ഇന്ന് വരെ കുറേ കഥകൾ ഞാൻ വാട്സപ്പ് സ്റ്റാറ്റസിൽ ഇടാറുണ്ട്. കുറേ പേരത് വായിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. കാരണം കുറേ പേര് എനിക്കത് റിപ്ലൈ ചെയ്യാറുണ്ട്. ചില ദിവസങ്ങൾ ഞാൻ മടി പിടിച്ചിട്ടൊക്കെ സ്റ്റോറീസ് ഇട്ടില്ലെങ്കിൽ അപ്പോൾ എനിക്ക് ചോദിക്കും, എന്ത് പറ്റി, സുഖമില്ല, അസുഖമാണോ, എന്താ ഇന്ന് കഥ ഇട്ടില്ല എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഞാനതൊരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഞാനിപ്പോൾ മറ്റുള്ളവർ വായിക്കണം എന്ന് പറഞ്ഞിട്ടൊന്നും അല്ല അത് ചെയ്യുന്നത്. ഇത് ആക്ച്വലി ഞാൻ എൻ്റെ ഈ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഇതൊരു സെൽഫ് ഹീലിംഗ് പ്രോസസ്സാണ്. ഞാൻ സ്വയം എന്നെ ഹീൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് മാത്രമാണ് ഈ കഥകൾ, അല്ലെങ്കിൽ ഈ മോട്ടിവേഷണൽ മെസ്സേജസ്. അപ്പോൾ ഞാൻ എന്നെ സ്വയം ഹീൽ ചെയ്യുമ്പോൾ അത് എന്നിൽ തന്നെ മാത്രം നിൽക്കരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ വാട്സപ്പിൽ കൂടെ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുന്നത്. ഒരുപാട് പേരത് ലൈക്ക് ചെയ്തിട്ട് കമൻ്റൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ കരുതി വാട്സപ്പ് സ്റ്റാറ്റസ് പറഞ്ഞാൽ എൻ്റെ ഒരു ലിമിറ്റഡ് ഉള്ളിലുള്ളതാണ്. അപ്പോൾ ഇത് കുറച്ചും കൂടെ റീച്ചിലേക്ക് പോയി ആളുകൾക്ക് ഗുണം ചെയ്യുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ യൂട്യൂബിലേക്ക് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ ഇന്ന് ഞാനിതിൻ്റെ തുടക്കം കുറിക്കുന്നത്, ഇത് ഞാനൊരു മഹത് ബുക്കിൽ നിന്ന് വായിച്ച ഒരു ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ആരാണ്, നമ്മൾ ഈ ഭൂമിയിൽ വന്നിരിക്കുന്ന എന്തിനാണ്, അല്ലെങ്കിൽ നമ്മളുടെ കർമ്മം എന്താണ് എന്ന് നമ്മൾക്ക് തന്നെ തിരിച്ചറിയാനുള്ള ഒരു അറിവാണ് ഈ മഹത് വാക്യം നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ വിവർത്തനം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ശിശുവന വ്ളോഗ്സ്, അതുപോലെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ്സ് പറയുക. കാരണം ഞാൻ വളരെ ഒരു എക്സ്പേർട്ട് യൂട്യൂബറൊന്നും അല്ല കേട്ടോ. കുറച്ച് ഒരു 10-80 വീഡിയോസായി ചെയ്യാൻ തുടങ്ങിയിട്ട്, പക്ഷെ എന്നാലും ഞാൻ അത്ര എക്സ്പേർട്ട് അല്ല. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാനത് ആക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും, കറക്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ പ്ലീസ് സപ്പോർട്ട് മീ, സബ്സ്ക്രൈബ് മൈ ചാനൽ ശിശുവന വ്ളോഗ്സ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ കാണുന്നത് അഹം ബ്രഹ്മാസ്മി എന്നാണ്. ഞാൻ ബ്രഹ്മമാണ്. ലേഖനത്തിൻ്റെ കാതൽ അഹം ബ്രഹ്മാസ്മി എന്ന മഹത് വാക്യമാണ്. ഇത് എല്ലാ ജീവജാലങ്ങളും ഒന്നാണെന്നും അവയെല്ലാം ഒരേ ആത്മീയ സ്രോതസ്സിൽ നിന്ന് ഉദ്ഭവിച്ചതാണെന്നും പറയുന്നു. ഇത് നമ്മുടെ ആത്മീയ മടക്കയാത്രയാണ്. മനുഷ്യൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് തുടങ്ങി പിതാവിലൂടെ, ഭക്ഷണത്തിലൂടെ, സസ്യങ്ങളിലൂടെ, ജലത്തിലൂടെ, ഒടുവിൽ പഞ്ചഭൂതങ്ങളിൽ ലയിക്കുന്ന ഒരു മടക്കയാത്രയെക്കുറിച്ചാണ് ഇത് വിശദീകരിക്കുന്നത്. ഈ യാത്രയിലൂടെ നാം വിവിധ രൂപങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടെന്ന് തിരിച്ചറിയുന്നു. ഈ ചിത്രം പ്രതിപാദിക്കുന്നത് അന്ധവിശ്വാസങ്ങൾക്കുള്ള മറുപടിയാണ്. കല്ലിനെയും മരത്തെയും മൃഗങ്ങളെയും ആരാധിക്കുന്നവരെ കളിയാക്കുന്നവർക്ക് ഈ ആശയം ഒരു മറുപടിയാണ്. കാരണം ഈ ആരാധന പ്രകൃതിയിലെ ഓരോന്നിനെയും നമ്മളുടേത് തന്നെ ഭാഗമായി കാണുന്നതിനുള്ള ആത്മീയ തിരിച്ചറിവാണ്. ഇവിടെ പ്രതിപാദിക്കുന്നത് വേർതിരിവുകൾ ഇല്ല എന്നതാണ്. ഈ ലോകത്ത് ജാതി, മതം, മനുഷ്യൻ എന്ന വേർതിരിവുകൾ ഇല്ലെന്നും എല്ലാ ജീവജാലങ്ങൾക്കും തുല്യ അവകാശങ്ങളുണ്ടെന്നും ലേഖനം വാദിക്കുന്നു. ഒരു മനുഷ്യനും ഒരു ഉറുമ്പിനും ഒരേ അവകാശമുണ്ട് ഈ ഭൂമിയിൽ എന്ന് പറയുന്നതാണ് ഈ ചിത്രം. എല്ലാവരുടെയും ലക്ഷ്യം മോക്ഷത്തിലേക്കുള്ളതാണ്. മരണത്തിനു ശേഷം സ്വർഗത്തിൽ പോകേണ്ടതില്ല. കാരണം സ്വർഗവും നരകവും ഭൗതികമായ സങ്കല്പങ്ങളാണ്. യഥാർത്ഥ മോക്ഷം താൻ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണെന്ന് തിരിച്ചറിയുന്നതിലാണ്. ഇത് സാർവത്രിക ഊർജമാണ്.
നമ്മളാണ് ഈ ലോകത്തിലെ എല്ലാ ചലനങ്ങളുടെയും സ്പന്ദനങ്ങളുടെയും ഊർജം. സകല ചരാചരങ്ങളും നമ്മളിൽ തന്നെയാണ്. ഈ ലോകം മുഴുവൻ ഞാൻ തന്നെയാണ് എന്ന ചിന്തയിൽ അധിഷ്ഠിതമായ ഒരു ദർശനമാണിത്. അഹം ബ്രഹ്മാസ്മി.